ഞാനേ കുറച്ചു ദിവസമായിരുന്നു ഞാൻ ഒരു കാര്യം പറയണം വെച്ചിട്ട് നടക്കണത്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം എന്നോട് പറയാനല്ല. എന്റെ ആ ഓലക്കമ്പത്തെ കാറ് കയറ്റി എന്റെ മതില് പൊളിച്ചില്ലേ, അതിനുള്ളതാണിത്. ആ ഇനി അനക്കെന്താ പറയാനുള്ളത് പറയും. ഞാൻ എന്താ പറയണ, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ ഞാന് എന്റെ കാറേ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മതിലുമ്മ തട്ടി. അങ്ങനെ തന്നെ മതില് ചെറുതായിട്ടൊന്നും പൊളിഞ്ഞ്. അപ്പൊ അതിനൊന്ന് ചെറുതായിട്ട് എടുത്ത് വന്നു ചെയ്തില്ല. ഇനി എന്റെ മതില് പൊളിച്ചത് വലുതായിട്ട് എനിക്ക് താ ഇത് കായ് എന്തിന് എന്റെ മതില് പൊളിച്ചാല് എന്റെ മതില് എനിക്കിന്റെ കാറ് പമ്പറൊക്കെ പോയില്ലേ? പമ്പർ പോയാനോ? എന്റെ മതില് പുതിയ ഞാൻ കെട്ടിയതാണ്. എന്റെ കാറ് പുതിയ മേടിച്ചല്ലേ? ആ അത് എഴുതിട്ടാണേ കരളിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തോ ഓലക്കത്തെ ചാമ്പ്യനായി മാറില്ല. സുഹൃത്തുമല്ല, അവൻ എന്റെ ഇറച്ചിയും പണിക്കാൻ നിൽക്കാം. എന്താ പ്രശ്നം? ഇവൻ അവന്റെ കാറ് കയറ്റിന്റെ മതില് പൊളിച്ചു, അതിന്റെ പ്രശ്നം. എന്താ സുഹൃത്ത്, ഈ RTO ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? അതായത് ഞാൻ ഈ മറ്റേ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാ അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ലൈസൻസ് ഇല്ല. അതല്ല, നിങ്ങളെ മതില് പൊളിഞ്ഞു. പണ്ടൊക്കെ നിന്റെ അമ്മ ഇവന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. ഇവന്റെ അമ്മ മല്ലി മുളക് സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിരുന്നു. പക്ഷെ ഇന്ന് അത് സാധിക്കോ? അതിന്റെ കാരണം എന്താ? മതിലുകൾ. ഇനിയിപ്പോ ആ മതില് കെട്ടിയ വീട്ടിൽ എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് പോയിട്ട് അവരെ സഹായിക്കാൻ പറ്റില്ല. കാരണം എന്താ? മതിലുകൾ പൊളിയട്ടെ. എന്താ സംഭവം? സാറിന്റെ വാക്കുകള് നമ്മളെ കണ്ണു പറഞ്ഞു. കാരണം ഞാൻ എന്റെ മതിൽ പൊളിച്ച് എനിക്ക് ഭയങ്കര സത്യത്തിൽ ഭയങ്കര സങ്കടം. ഞാൻ കെട്ടിത്തരാം. അപ്പൊ മക്കളെ, നിങ്ങളെ വിഷയങ്ങളൊക്കെ തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഒരു പ്രശ്നം നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. തീർച്ചയായും പറയാം സാർ. ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് ഇത്ര അറിവ് കിട്ടി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം. എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എന്റെ വീടുമായിട്ട് വെൽക്കം. എന്റെ വീട് ആ ഉമ്മറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണ്. ഉമ്മറിന്റെ വീടിന്റെ അടുത്ത് പറഞ്ഞാൽ ഉമ്മറിന്റെ വീട് തൊട്ടടുത്ത് ആ മന പോലത്തെ വീടിന്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് വലിയൊരു മതിലൊക്കെ കെട്ടി പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ആ വെള്ള പെയിന്റ് അടിച്ച മതിലിന്റെ അകത്തുള്ള ആ വീട് വലിയൊരു മതിലൊക്കെ മതില് കെട്ടിയ വീട്. മതില മതില്